ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഇത് താറാവാണെങ്കിൽ എത്ര രൂപ പോകും? താറാവ് ഉണ്ടെങ്കിൽ ഏകദേശം 50 മുട്ട വെക്കാൻ. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 1600 രൂപ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 60 മുട്ടന്റെ വരുന്നുണ്ട് അല്ലേ? ഇത് 3000 റേറ്റ് വരും. ഇതാണ് മൂന്നാമത്തെ മോഡൽ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ സെമി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി? സെമി ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്. ഇതിന്റെ കോഴിമുട്ട തിരിഞ്ഞോളൂ. ഓക്കെ. അപ്പൊ മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു, അപ്പൊ ഇതിന് മോട്ടർ ഇല്ല. ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല. 4ാമത്തെ ആയിട്ടാണ് 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് 100 വരെ വെക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുത് എന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? നേരെ വലുതാണ്. ഇതാണ് 65 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ലേ? ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് 3600 ആണ്. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് 2300. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 100 വെക്കുന്നത് 2000. ഓട്ടോമാറ്റിക് ഉണ്ട് 35 കോഴിമുട്ട വെക്കേണ്ടത് 3000 റേറ്റ് വരുന്നത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നത്. അത് റേറ്റ് വരുന്നത് 1800. ചപ്പിലക്കോഴിയുടെ മുട്ട എന്തായെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഇന്ന് ഇൻക്യുബേറ്റർ തുറന്നു നോക്കിയതാണ്. ആദ്യം നമ്മൾ അട വെച്ചിരുന്ന ബ്രഹ്മക്കോഴിയുടെ മുട്ടകൾ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. സൈഡിലായി വെച്ചിരുന്ന ചപ്പിലക്കോഴിയുടെ മുട്ടകൾക്കകത്ത് കൂടി പ്രകാശം കടത്തിയിട്ടപ്പോ സംഭവം വിരിയാറായിട്ടുണ്ട്. പിന്നെ മുട്ടക്കകത്ത് കുഞ്ഞുങ്ങളുടെ ചലനങ്ങൾ വ്യക്തമായി കാണാൻ പറ്റിയിരുന്നു. 1-2 മണിക്കൂറിന് ശേഷം വന്ന് നോക്കിയപ്പോ നമ്മുടെ ബ്രഹ്മയുടെ കുഞ്ഞുങ്ങൾ 5 വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മുട്ടകൾ വിരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. വീണ്ടും ഒരു 3-4 മണിക്കൂറിന് ശേഷം ചെന്ന് നോക്കിയപ്പോഴേക്കും 11 മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ അട വെച്ച 12 മുട്ടകളിൽ 11 വിരിഞ്ഞു കിട്ടി. വീരിന്റെ കുഞ്ഞുങ്ങളെ ഉടനെ മാറ്റിയില്ലെങ്കിൽ ഇനി വിരിയാനുള്ള മുട്ടകളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ചപ്പിലക്കോഴിയുടെ മുട്ടകൾ ഒഴികെ ബാക്കിയുള്ള മുട്ടകൾ വിരിയാൻ ഇനി ഒരാഴ്ച കൂടെ സമയമെടുക്കും. ഈ ഒരു ബ്രഹ്മക്കോഴിയുടെ കുഞ്ഞുങ്ങളെ വേണമെന്ന് നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്തായാലും ആദ്യം ചോദിച്ചവർക്ക് ഇത് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായി ഏതാണ്ട് ഒരു 50ഓളം മുട്ടകൾ ഇനി വിരിയാനുമുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.